യൂത്ത് പാർലമെന്റിന്റെ സംസ്ഥാനതല മത്സരത്തിന്റെ ഒരുക്കത്തിലാണ് കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ജില്ലാതല മത്സരത്തിന് ശേഷം നടക്കുന്ന സംസ്ഥാന മത്സരത്തിന് കുറ്റമറ്റ രീതിയിലുള്ള പ്രകടനം നടത്താൻ തയ്യാറാകുന്നതിന്റെ ഭാഗമായി സ്കൂളിൽ പാർലമെന്റ് സഭ അവതരിപ്പിച്ചു. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. യൂത്ത് പാർലമെന്റ് സംസ്ഥാനതല മത്സരത്തിന്റെ ഭാഗമായി കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിശീലന പരിപാടി എന്നോണം പാർലമെന്റ് സഭ അവതരിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മികച്ച പ്രകടനമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത്. ജനാധിപത്യബോധം വിദ്യാർത്ഥികളിൽ ശക്തമാക്കുന്നതിനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് സംഘടിപ്പിക്കുന്നതാണ് പരിപാടി. മത്സരത്തിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം, ചോദ്യോത്തരവേള, അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം, നിയമനിർമ്മാണം തുടങ്ങിയ പാർലമെന്ററി നടപടിക്രമങ്ങൾ കൃത്യതയോടെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ഇന്ത്യൻ കറൻസിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, സൈബർ കുറ്റകൃത്യങ്ങൾ, ട്രാൻസ്ജെൻഡർ വിഭാഗം നേരിടുന്ന പ്രശ്നങ്ങൾ, 2021 സെൻസസ് വൈകുന്നത്, സേതുസമുദ്രം പദ്ധതി, സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത വിഷയങ്ങൾ 1.5 മണിക്കൂർ നീണ്ട പരിപാടിയിൽ അവതരിപ്പിക്കപ്പെട്ടു. ഭാരതത്തിലെ മുസ്ലിം സ്ത്രീകളുടെ മാഗ്നാ കാർട്ടയാണെന്ന് ഞാൻ കരുതുന്നു. മുസ്ലിം സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം തുല്യനീതി ഉറപ്പുവരുത്തുന്നതിനും അവരുടെ അവകാശങ്ങളും അഭിമാനവും ഉയർത്തിപ്പിടിക്കുന്നതിനും ഉള്ളതാണ് ഈ ബിൽ. ഞാൻ ഈ ബില്ലിന്റെ അവതരണാനുമതിക്കുള്ള പ്രമേയത്തെ എതിർക്കുന്നു. സഭയുടെ നടപടിച്ചട്ട പ്രകാരം ഒരു ബിൽ അവതരിപ്പിക്കുന്നതിന് 2 പൂർണ്ണ ദിവസങ്ങൾക്ക് മുമ്പ് കോപ്പികൾ അംഗങ്ങൾക്ക് നൽകിയിരിക്കണമെന്നുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അവതരണാനുമതി തേടിയിരിക്കുന്ന ഈ ബില്ലിന്റെ കോപ്പികൾ ഇന്നലെ വൈകുന്നേരം മാത്രമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. കപ്പൽച്ചാൽ തുറന്നു കൊടുക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നുള്ളത് തീർത്തും തെറ്റായ ആരോപണമാണ്. നേരെ മറിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതമാവുകയാണ് ചെയ്യുന്നത്. ശ്രീലങ്ക യുദ്ധം ധരിക്കാണ്ടാത്തതിനാൽ ഇന്ത്യൻ നാവികസേനയുടെയും തീരദേശ സംരക്ഷണയുടെയും കപ്പലുകൾക്കും ബോട്ടുകൾക്കും. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 50 വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. അനീറ്റ മരിയ സോജൻ, ജസ് മരിയ റെജി, ആൽബിൻ തോമസ്, അഭിഷേക് ബാബു, നവീൻ എസ് നായർ, അമല റോബിൻ, നിസി പൗലോസ്, റോസ്മേരി പോൾ, മരിയ ഷിജു, ആൻമരിയ ആന്റണി, മരിയ ജോഷി, അനീറ്റ അന്നമ്മ ജോർജ്, ആൽഫി ടിജോ എന്നിവർ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു. സ്കൂളിലെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനായ മാത്യു ജോസഫാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയത്. പ്രിൻസിപ്പൽ ഇൻചാർജ് VA വിനോദ് കുമാർ, ഹെഡ് മാസ്റ്റർ ജ്യോതി ബസു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.